നമസ്കാരം, എല്ലാവർക്കും ചിയേഴ്സ് ഡിക്സൺ ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സക്സസ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പോൾ ഈ സക്സസ് ആയിട്ടുള്ള ആളുകൾ ശരിക്കും നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ആരാധന പാത്രങ്ങളാണ്. അപ്പോൾ ഇവരെങ്ങനെ സക്സസ് ആയി, എന്താണ് ഈ സക്സസ് ഫോർമുല എന്നുള്ളതെല്ലാം നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ സക്സസ്സിന് ഒരു മാജിക് ടാബ്ലറ്റും ഒന്നുമില്ല. സക്സസ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു മനുഷ്യൻ അയാളുടെ ജീവിതം തന്നെ അയാളുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട്, ഏതാണോ നമ്മൾ ലക്ഷ്യബോധം ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് അർപ്പിക്കുമ്പോഴാണ് ഒരു സക്സസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള പല മേഖലകളിലും വിജയിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ഒരു 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര ശതമാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി അതനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വളരെയധികം മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ലക്കാണ്. ലക്ക് ഒരാളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്കിന് വരുന്നത് ഒരു 1% മാത്രമാണ് ലക്കിന് പ്രാധാന്യമുള്ളത്. ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലക്കിന് വരുന്ന പ്രാധാന്യം 1% മാത്രമേ വന്നിട്ടുള്ളൂ. ലക്കെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് നമ്മളിലേക്ക് വന്ന് വീഴുന്നതാണ്. അതെപ്പോഴും വീഴണമെന്നില്ല. അപ്പോൾ അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്നതാണ് ടാലൻറ്റ്. ടാലൻറ്റഡ് ആയിട്ടുള്ള എല്ലാവരും ജീവിതത്തിൽ സക്സസ് ആയിട്ടുണ്ടോ? ഇല്ല, സക്സസ് ആയിട്ടില്ല. അപ്പോൾ ടാലൻറ്റ് അത്രത്തോളം ഒരു പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ടാലൻറ്റിനും ഒരു 2-3% മാത്രമാണ് ടാലൻറ്റിനും പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ വരുന്ന മൂന്നാമത്തെ ഘടകമാണ് ബീയിങ് എ ഗുഡ് ടീം പ്ലെയർ അല്ലേ. നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അധികം ദൂരം നടക്കുകയാണെങ്കിൽ പോലും നമ്മൾക്ക് ഒറ്റയ്ക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്നത് മടുപ്പാണ്, അല്ലെങ്കിൽ അധികം ദൂരം നമുക്ക് താണ്ടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നല്ലൊരു ടീം നമ്മളുടെ ഒപ്പം ഉണ്ട്. നമ്മളുടെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള, നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അർത്ഥത്തിലെടുത്ത് നമ്മളുടെ ഒപ്പം നിൽക്കാനും, നമ്മൾക്ക് എവിടെയെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ എന്ന് മുൻകൂട്ടി നമ്മൾക്ക് പറഞ്ഞു തരാനും, നമ്മുടെ നട്ടെല്ലായിട്ട് നിൽക്കുന്ന നല്ലൊരു ടീം, ആത്മാർത്ഥമായിട്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഒരു 360 ആംഗിളിൽ എല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ഒപ്പം നിൽക്കുന്ന നല്ലൊരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏകദേശം ഒരു 20% ടീം വർക്കാണ്. നല്ലൊരു ഗുഡ് ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ആ സക്സസിൻ്റെ വലിയൊരു ഭാഗം കഴിയും. പിന്നെ വരുന്ന ഏകദേശം ഒരു 75% എന്ന് പറയുന്നത് അത് നെവർ ഗിവിങ് അപ്പ്. നമുക്കുണ്ടാവുന്ന ഏതൊരു കാര്യങ്ങളിലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും, ഒരു പ്രസ്ഥാനമായാലും ഒരു ഇൻഡസ്ട്രി ആയാലും പഠിത്തമാണെങ്കിലും ഒക്കെ നമ്മൾ എല്ലാത്തിലും ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ പ്രതിസന്ധികളുണ്ടാവും അല്ലേ. ആ പ്രതിസന്ധികൾ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് തരണം ചെയ്യുന്നു, എത്രത്തോളം ബോൾഡായിട്ട് തരണം ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് സക്സസ് നിൽക്കുന്നത് ഡെഫിനറ്റായിട്ടും. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് പ്രതിസന്ധികളെ എത്രത്തോളം നമ്മൾ ടാക്കിൾ ചെയ്ത് സൈഡ് ചെയ്ത് നമ്മൾ ബുദ്ധിപൂർവ്വം സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യുമ്പോഴാണ് സക്സസ് ഡെഫിനറ്റായിട്ട് ഉണ്ടാവുന്നത്. നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ഓരോരുത്തരെയും നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ശരിക്കും അവരുടെ ലൈഫ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവരവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യബോധത്തിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അവരുടെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി തന്നെയാണ് അവരവരുടെ ജീവിതം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രത്തോളം ഒരു ചെറിയൊരു കാര്യമല്ല സക്സസ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടായിട്ടുള്ളത്. അവരവരുടെ ജീവിതം തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത് ഈ സക്സസ്സിന് വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സക്സസ് എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മഹത്തായ കാര്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളുണ്ടാവണം എന്ന് ഓരോരുത്തരും ആലോചിക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് സക്സസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ. താങ്ക് യു.